ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചാണ് പറഞ്ഞു, വെള്ളിയാഴ്ചയും പിന്നെ പെരുന്നാൾ കൂടി വന്നാൽ ജുമാ നിസ്കരിക്കേണ്ടതില്ല, പെരുന്നാൾ നിസ്കരിക്കണം മതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ക്ലിപ്പ് നാടാകെ ഓടുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവില്ല. 10-15 മൈൽ നടന്നു വന്ന് മദീനയിൽ പെരുന്നാൾ പള്ളിക്ക് കൂടിയ ആളുകൾ ഇനി നിങ്ങൾ പെരുന്നാളിന് എന്ത് ചെയ്യണം, നിങ്ങൾ ജുമാക്ക് വരേണ്ടയില്ല എന്ന് അഹ്ലുൽ ബാദിയ ഗ്രാമീണർ അവർ തിരിച്ചവരെ മക്കളിലേക്ക് പോകും. എന്തിന്? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ വരേണ്ടയില്ല എന്നത് ഗ്രാമീണരാണ്, കുഗ്രാമീണർ, ബതുക്കൾ. അവർക്ക് മദീന പള്ളിയിൽ എത്താൻ 10-15 കിലോമീറ്റർ നടക്കേണ്ടി വരും. അപ്പോൾ അവർ പുലർച്ചക്ക് നടക്കണം, 4 മണിക്ക് എണീറ്റ് നടക്കണം റസൂലുള്ളാഹിനൊപ്പം. എന്തിന്? പെരുന്നാൾ പള്ളി നിസ്കാരം ഹുത്തുബക്കും വേണ്ടി. പിന്നെ അവർ തിരിച്ചവർ ഭക്ഷണത്തിന് അവരെ നാട്ടിലേക്ക് പോകും. പിന്നെ സാധുക്കൾ പിന്നെ ഈ വെയിലത്ത് നടക്കണ്ട എന്നതിന് ഹബീബായ റസൂലുള്ളാഹി കൊടുത്ത ഒരു ഇളവാണത്. അങ്ങനത്തെ ഒരു ഗ്രാമം ഇന്ന് കേരളത്തിലില്ല. അപ്പൊ ആ ഹദീസ് കേരളത്തിൽ ഒരാൾക്കും ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് 8 കൊല്ലം മുമ്പ് ഞാൻ നടത്തിയ പ്രസംഗമാണത്. ആ പ്രസംഗത്തിൽ ഇവിടെ കട്ടിരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളോട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കട്ടിയ. അപ്പൊ എന്നോട് എന്ത് പ്രചരിപ്പിക്കുക? ഖാസിമി പറയുന്നുണ്ട് പഠിച്ചാനില്ല, ഒന്ന് നിരീശ്വരവാദിയാക്കണത്. ലാ ഇലാഹ കഴിഞ്ഞിട്ടാണല്ലോ എന്ത് പറയാ, ഇല്ലല്ലാഹ്. ഇത് എന്ത്? ആ പ്രസംഗം എടുത്ത് നോക്കി. ഇപ്പൊ ഇയാൾ പറയുന്ന കേട്ടില്ലേ, വ്യഭിചരിക്കണ ഔലിയപ്പാപ്പാരുണ്ട്. എന്താ അതിൻ്റെ ഒക്കെ ഒരു, ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല, ഞാൻ പ്രതികരിച്ചിട്ടില്ല കേട്ടോ. എന്തുകൊണ്ട് അങ്ങനെ പ്രതികരിക്കാൻ പറ്റാതെ? നമുക്ക് അള്ളാഹിന്റെ കോടതി കിട്ടാണ്ടാണ്. ഇനി ഇതിലും ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അതിന്റെ പേരിൽ എത്ര സുന്നികളെ കളിയാക്കി. എന്റെ വലിയ അവസ്ഥ എന്താണ്? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും അവരെ പറയണില്ല. ഒന്നും ഞാൻ മാപ്പം കൊടുക്കൂല. അത് എന്തുകൊണ്ട് ഇതിന്റെ വിഷയമല്ല? തെറ്റിദ്ധരിപ്പിച്ചു. ആരെ? ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു. ഇപ്പോൾ ഒരു അവസ്ഥ ഉണ്ട്. ഒന്ന് ഇറാൻ യുദ്ധം. ഈ ഇറാൻ യുദ്ധം കൊണ്ടുവന്ന ചില ആശങ്കകൾ, ഈ ആശങ്കകളൊക്കെ പറയുമ്പോൾ ലോകാവസാനിക്കാനായി എന്നുള്ള ഒരു പ്രത്യേക താല്പര്യം ജനങ്ങൾക്ക് വരിക. അപ്പോൾ ലോകാവസാനത്തെ പറ്റി എന്ത് പറയുകയാണെങ്കിലും അപ്പം ജനങ്ങൾക്ക് കേൾക്കണം. ഇന്ന് രാവിലെ എത്രത്തോളം നിങ്ങൾ ഇവിടെ വരാനുള്ള കാരണം ഖത്ത് ഓതാൻ വേണ്ടിയല്ല. വലിയ സദസ്സുണ്ട് ഇപ്പോൾ ഇവിടെ രാവിലെ ഇത്ര ആളുകളൊന്നും അതിരാവിലെ. ഇപ്പോൾ ഈ നേരത്തെ ഇവിടെ നിങ്ങൾ എത്ര നിങ്ങൾ എവിടെ എപ്പോൾ പോരണം പോരുന്ന്? അപ്പം എന്തിനാ നിങ്ങൾ വന്നത്? നിങ്ങൾ ലോകാവസാനത്തിനെ പറ്റി പറയാണ്. അപ്പോൾ അത് നേരിട്ട് തന്നെ കേൾക്കണം. കാരണം അതാണല്ലോ ഇപ്പോൾ വലിയ കാര്യം. അതാണ് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ. ഞാൻ അവസാന ഭാഗത്ത് വിശദീകരിക്കാം. ഇവിടെ നിങ്ങൾ 2 കൂട്ടക്കാർ അബദ്ധത്തിൽ പെട്ടുപോവുകയാണ്. 2 കൂട്ടക്കാർ. ഒന്ന്, ലോകാവസാനത്തിൻ്റെ പേരിൽ ജനങ്ങളെ പുതിയ ആശങ്കയിൽ ആഴ്ത്തുന്ന ആളുകൾ. അവർ ചില പ്രത്യേക കൾട്ടുകളാണ്. അതായത് ഒരു പ്രൊപ്പഗണ്ട ഉണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കുക. അങ്ങനത്തെ ഇഷ്ടംപോലെ സംഘങ്ങൾ കേരളത്തിലുണ്ട്, കേരളത്തിന് പുറത്തുണ്ട്. അവരിൽ പെട്ടുപോകരുത്, ഒരിക്കലും അവരിൽ പെട്ടുപോകരുത്. ഞാൻ അവർ പേര് പറയുന്നില്ല, അത് ഒരു നല്ല സദസ്സിൽ പേര് പറയാൻ പാടില്ല. പക്ഷേ ഇത്തരം കൾട്ടുകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ലോകാവസാനിക്കാനായി അങ്ങനെ വന്നു, മഹദി വന്നു, അവിടെ വന്നു, ഇവിടെ വന്നു. മഹദി വന്നിട്ടുണ്ട്, മഹദി ഇപ്പം ഇത്തരം തീയതി വരെ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ മഹദിനെ കാണാനില്ലാതായതാണ് എന്ന് പറയുന്നവർ, മഹദി മരിച്ചു എന്നറിയുന്നവർ, മഹദി മരിച്ചു എന്നറിയുന്ന ഇഷ്ടംപോലെ സംഘങ്ങൾ കേരളത്തിലുണ്ട്. അതിൻ്റെ പിന്നാലെ കൂടിക്കോളി എന്നാല്, അപ്പം ഞങ്ങളെ പിന്നാലെ കൂടിക്കോളി എന്ന് പറഞ്ഞ ചില കൾട്ടുകൾ, അവർക്ക് അതിൻ്റെ പിന്നിൽ ലാഭമുണ്ട്. ഒരു സമൂഹത്തെ ഉണ്ടാക്കുകയാണ്. അവരെല്ലാത്തിനും എതിരാണ്. ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറയാണ്, ഇവിടെ നടക്കേണ്ട ഈ കാര്യങ്ങളെല്ലാം നടന്നോണം. അതിനെ നമ്മൾ തിരുത്തേണ്ടത്തിൽ തിരുത്തും. തിരുത്തിയില്ലെങ്കിൽ നമ്മൾ ബാധ്യത നിർവഹിച്ചു. അത് തിരുത്തിക്കൊള്ളണമെന്നില്ല. പ്രധാനം ഇവിടെ ദീനിന് നേതൃത്വം നൽകുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടാകേണ്ടതാണ്. ഇല്ലെങ്കിൽ ഈ പുതിയ കാലത്ത് സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ലീഗായാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ പോലും അതുകൊണ്ട് ഉപകാരമുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല, പക്ഷെ അതുകൊണ്ട് ഉപകാരമുണ്ട്. ഇത് കേരളത്തിൽ പലവട്ടം പ്രസംഗിച്ച ആളാണ്. കേരളത്തിലെ വർഗീയതയെ ഒരളവോളം തടയാൻ കാരണം കമ്മ്യൂണിസ്റ്റ് മെജോറിറ്റിയാണ്, വേറൊന്നുമല്ല. ആ കമ്മ്യൂണിസ്റ്റ് മെജോറിറ്റിയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് ഒരു ഇടതുപക്ഷ മനസ്സാണ് പൊതുവെ കേരളത്തിൻ്റെ മനസ്സ്. അത് തിരുത്താനുള്ള വലിയ ശ്രമം ഇപ്പം നടക്കുന്നുണ്ട്. അതുണ്ടാകാൻ പാടുമില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ലെങ്കിലും ഒരു ഇടതുപക്ഷ മനസ്സുകൊണ്ടുണ്ടാകുന്ന ഒരു നേട്ടം എന്നാൽ വർഗീയത വല്ലാതെ വളരില്ല. അവരുടെ ഇടയിലൊരു വർഗീയത ഉണ്ട് താനും. ആ വർഗീയതയ്ക്ക് ഒരു പരിധിക്കപ്പുറം കൊണ്ടുപോകാൻ കഴിയില്ല. ഇടതുപക്ഷം തീരെ വർഗീയത ഇല്ലാത്തവരാന്ന് വിചാരിക്കേണ്ട, അവർക്കും ഒരു വർഗീയത ഉണ്ട്. പക്ഷെ ആ വർഗീയതക്ക് ഒരു അപ്പുറം അവർക്ക് വല്ലാതെ കൊണ്ടുപോകാൻ കഴിയില്ല. എന്തുകൊണ്ട്? വർഗീയ വിരുദ്ധമായി ചിന്തിക്കുന്ന ഒരു സൊസൈറ്റിയുടെ ഒരു കൂട്ടായ്മയാണത്. അതൊരു നന്മയാണ്. അപ്പോൾ ഇവിടെ ലീഗ് വേണം, കോൺഗ്രസ് വേണം, കമ്മ്യൂണിസ്റ്റ് വേണം, എല്ലാം വേണം. ഒക്കെ നാളെ ഖിയാമത്ത് എന്ന് പറഞ്ഞ് അങ്ങനെ പോകരുത്. അങ്ങനെ പോകുന്ന ആളുകൾക്ക് അതിൻ്റെ പിന്നിൽ മുതലെടുപ്പാണ്. ഞങ്ങളൊപ്പം കൂടിക്കൂടി അവരൊരു പ്രത്യേക വിഭാഗമാണ്.
ആ പ്രത്യേക വിഭാഗത്തിൽ നേതാക്കളുണ്ട്, സംഘങ്ങളുണ്ട്, കൂടിച്ചേരലുകളുണ്ട്, മുതലെടുപ്പുകളുണ്ട്. അങ്ങനെ ഭയപ്പെടണം. ആ ജനങ്ങളെ വല്ലാതെ പുറകോട്ട് കൊണ്ടുപോകും, അങ്ങനെ ഭാഗത്തേക്ക് വരാം. അതുകൊണ്ട് അത് വലിയ നഷ്ടം സമൂഹത്തിനുണ്ടാവും. നാളെ ഖിയാമത്ത് നാളാണ് ഞങ്ങളെ കൂട്ടത്തിൽ കൂടിക്കോളി എന്നുള്ള സംഘത്തിൽ നിങ്ങൾ കൂടരുത്. മനസ്സിലാണ് പറഞ്ഞത്. അത് വലിയ ഇവിടെ ഉണ്ടാണ്ട് നടക്കണം. ലീഗായിട്ട് തന്നെ വേണം. സമസ്ത ഇവിടെ ബഹുമാനപ്പെട്ട സമസ്ത ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഇവിടെ ദീനി നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം. അതായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അതിവിടെ നിലനിൽക്കുകയും വേണം. നമ്മൾ നാളെ മരിച്ചു പോവും, അത് മരിച്ചു പോവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കാതെ നിലനിൽക്കാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അങ്ങനെ തന്നെ നിലനിൽക്കണം. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളത് ഞാൻ എൻ്റെ ഭാഷ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. അതിന് പകരമല്ല ഒരു ത്വരീഖത്തും ഹഖീഖത്തും. ഇവിടെ ബഹുമാനപ്പെട്ട സമസ്തക്ക് സമസ്ത ചെയ്യുന്ന സേവനം ഒരു ത്വരീഖത്തിനും ചെയ്യാൻ കഴിയില്ല, ഒരു ഹഖീഖത്തിനും ചെയ്യാൻ കഴിയില്ല. അതന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളോട് സാമിൻ്റെ ഉദാഹരണം വരെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ്. സാമിക്ക് മദ്രസ നടത്താൻ പറ്റില്ല. സാമി മദ്രസ നടത്തിയാൽ തപസ് നടക്കൂല. അപ്പൊ തപസ് നടത്താത്തൊരു ജനത ഇവിടെ ഉണ്ടാകണം. അവരാണ് ശരീഅത്തിന്റെ വലിയവര്. അതേ സമയത്ത് അവർക്ക് അബദ്ധങ്ങൾ വരുമ്പോൾ തിരുത്തേണ്ടവർ തിരുത്തണം. തിരുത്താൻ ആർക്കും പറ്റും. രാജാവിനെ തിരുത്താൻ നോക്കിയത് കുട്ടിയാണ്, രാജാവിന് ഉടുമുണ്ടില്ല, അങ്ങനെയും പറ്റും. രാജാവിനെ തിരുത്താൻ വിചാരിടാന്ന് വെക്കേണ്ട ആവശ്യമില്ല. രാജാവിന് മുണ്ടില്ലാതെ എന്നാൽ മുണ്ടില്ല രാജാവിന് എന്ന് പറയാൻ ചിലപ്പോൾ കുട്ടിക്കും കഴിയും. ആ കുട്ടി മഹാനായതുകൊണ്ടാവില്ല, പപ്പായതുകൊണ്ടോ അല്ല, ഒരു യാഥാർത്ഥ്യ ബോർഡാണ്. ഈ യാഥാർത്ഥ്യ അല്ലാഹു തആല പലർക്കും അതിനർത്ഥത്തൊന്നും പേച്ചൊന്നല്ല, ഇത് പേച്ചതല്ല, ഇതൊന്നും പേച്ചിട്ടില്ല, പേക്കില്ല. അള്ളാഹു പേക്കലിനെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ. അതേസമയത്ത് പണി നടന്നുകൊണ്ടേയിരിക്കണം. ഈ ക്ലാസ്സിലിരിക്കുന്ന പലരും എന്നെ തിരുത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ പറയുന്നത് ഉസ്താദേ, അപ്പം നമ്മളെ തിരുത്തും. കാരണം നാട്ടിൽ നടക്കുന്ന കാര്യം എന്നെപ്പോഴത്തേക്ക് അറിയില്ല. നമ്മളിപ്പോൾ ഈ വയലിന് അപ്പുറത്ത് പലതും എനിക്കറിയില്ല. അപ്പോൾ ഉസ്താദേ നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങളത് പറഞ്ഞ് നാളെ തിരുത്തും. ഇപ്പോൾ ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചാൽ പറഞ്ഞു, വെള്ളിയാഴ്ചയും പെരുന്നാൾ കൂടി വന്നാൽ ജുമാ നിസ്കരിക്കേണ്ടതില്ല, പെരുന്നാൾ നിസ്കരിക്കണം മതി എന്ന് പറഞ്ഞ നിങ്ങളുടെ ഒരു ക്ലിപ്പ് നാടാകെ ഓടുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനത്തെ സംഭവം ഉണ്ടാകുന്നല്ല. കാരണം ഞാനതിന് എൻ്റെ കുട്ടിക്കാലം മുതലേ എതിരാണ്. ഈ വാദം ഇന്ന് തുടങ്ങിയതുമല്ല. അപ്പം നിങ്ങൾ നിന്ന് കേൾക്കണം, ഇത് വഹാബികൾ എന്നോ തുടങ്ങിയതാണ്. അപ്പം ഈ വഹാബികൾ ഈ വാദം കൊണ്ട് വരുന്ന ചില കാലങ്ങളുണ്ടാവും. ഇതിങ്ങനെ പല ഘട്ടം വരാറുണ്ട്. ഇത് വെള്ളിയാഴ്ചയും പെരുന്നാളും വന്നതിൽ 5-8 കൊല്ലം മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോഴും ഈ വാദം കൊണ്ട് അവർ വന്നു. നിങ്ങൾക്ക് പിന്നെ അരണബുദ്ധി ആയതുകൊണ്ട് നിങ്ങൾക്ക് മറക്കങ്ങൾ. അന്ന് ഞാൻ കോഴിക്കോട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനിത് അരയടത്ത് പാലത്ത് പ്രസംഗിച്ചാണ്. എന്താണ് പ്രസംഗിച്ചത്? അഹ്ലുൽ ബാദിയത്തിന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇളവ് നൽകിയ ഒരു ഹദീസ് കാണുന്നുണ്ട്. അത് നമ്മളെപ്പോലത്തെ നാട്ടിൽ ബാധകമേ അല്ല. 10-15 മൈല് നടന്നു വന്ന് മദീനയിൽ പെരുന്നാൾ പള്ളിക്ക് കൂടിയ ആളുകൾ ഇനി നിങ്ങൾ പെരുന്നാളിന് എന്ത് ചെയ്യണം, നിങ്ങൾ ജുമാക്ക് വരണ്ടേയില്ല എന്ന് അഹ്ലുൽ ബാദിയ ഗ്രാമീണർ അവർ തിരിച്ചവരെ മക്കളിലേക്ക് പോകും. എന്തിന്? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയും നിങ്ങൾ വരണ്ടേ ഇല്ല എന്നത് ഗ്രാമീണരാണ്. കുഗ്രാമീണർ, ബതുക്കള്. അവർക്ക് മദീന പള്ളിയിൽ എത്താൻ 10-15 കിലോമീറ്റർ നടക്കേണ്ടി വരും. അപ്പോൾ അവർ പുലർച്ചക്ക് നടക്കുകയാണ്, 4 മണിക്ക് എണീറ്റ് നടക്കുകയാണ് റസൂലുള്ളാഹിനൊപ്പം. എന്തിന്? പെരുന്നാപ്പള്ളി നിസ്കാരം ഹുത്തുബക്കും വേണ്ടി. പിന്നെ അവർ തിരിച്ചവർ ഭക്ഷണത്തിന് അവർ നാട്ടിലേക്ക് പോകും. പിന്നെ സാധുക്കൾ പിന്നെ ഈ വെയിലത്ത് നടക്കണ്ട എന്നതിന് ഹബീബായ റസൂലുള്ള കൊടുത്ത ഒരു ഇളവാണത്. അങ്ങനത്തെ ഒരു ഗ്രാമം ഇന്ന് കേരളത്തിലില്ല. അപ്പൊ ആ ഹദീസ് കേരളത്തിൽ ഒരാൾക്കും ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് 8 കൊല്ലം മുമ്പ് ഞാൻ നടത്തിയ പ്രസംഗമാണത്. ആ പ്രസംഗത്തിൽ ഇവിടെ അങ്ങോട്ട് കട്ടിരു. എവിടെ കട്ടിരു? ഇതാണ് ഇപ്പൊ കേരളത്തിലെ ദീനീ പ്രബോധനം. വളരെ ദുരന്താണ് കേരളത്തിലെ. ഇത് നടക്കുകയാണ്. ഇത് ആദ്യം തുടങ്ങിയത് വഹാബികളാണ്, ഇപ്പൊ സുന്നികൾക്ക് തന്നെ പണി. എന്താണ് ഈ മനുഷ്യന്മാരെ? ഇതെന്ത് ദീനാണ് ചങ്ങായി? ഓ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളടത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കട്ട് ചെയ്യാം. അപ്പൊ എന്നോട് എന്ത് പ്രചരിപ്പിക്കുക? ഖാസിമി പറയുന്നുണ്ട് പഠിച്ചോനില്ല, ഒന്ന് നിരീശ്വരവാദിയാക്കുന്നത്. ലാ ഇലാഹ കഴിഞ്ഞിട്ടാണല്ലോ എന്ത് പറയാ? ഇല്ലല്ലാഹ്. ഇത് എന്ത്? ആ പ്രസംഗം എടുത്ത് നോക്കി. ഈ ജനങ്ങളൊന്നും പ്രസംഗം കേൾക്കില്ല. ഇപ്പൊ ജ്യൂസ് എന്ന് പറയുമ്പോൾ ജ്യൂസ് മാത്രം കേട്ട് എന്താണ് പ്രസംഗം നടത്താൻ കാരണം? 40ഓളം മഹല്ലുകൾ എൻ്റെ അടുത്തൊന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങളെ ഏരിയയിൽ ക്യാൻസർ കൂടുതലാണ്,
അപ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഖത്തീബന്മാരുടെ സംഘടന ആവശ്യപ്പെട്ട് 40ഓളം ഖത്തീബന്മാരുടെ സംഘടന വന്ന് ആവശ്യപ്പെട്ടു. 40ഓളം മഹല്ലിലെ ഖത്തീബന്മാർ, അസിസ്റ്റന്റ് ഖത്തീബന്മാർ മുക്രിമാണ്. ഞങ്ങളെ ഏരിയയിൽ ക്യാൻസർ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ക്യാൻസറിനെ പറ്റിയ പ്രസംഗം നടത്തി തരണം. ക്യാൻസർ തടയാൻ എന്തൊക്കെ ഭക്ഷണക്രമങ്ങളിൽ എന്താണ് നിങ്ങൾ വേണ്ടത്, ഞങ്ങൾ അതങ്ങനെ തന്നെ ഞങ്ങൾ എഴുതിയെടുത്തിട്ട് ഞങ്ങൾ മഹല്ലിൽ പ്രസംഗിച്ചോളാം. നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് പറഞ്ഞാൽ ഒരു വരാൻ പരിധിയുണ്ട്. വെള്ളിയാഴ്ച ജുമാക്ക് വരുന്ന ആളുകൾക്ക് ഇത് മുന്നിൽ പറഞ്ഞാൽ അവരിത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഗൗരവമായി കേൾക്കും. പക്ഷെ അതേ സമയത്ത് ഇതിന് എന്താണ് പ്രതിരോധം എന്ന് പറയാൻ ഞങ്ങൾക്ക് മാറ്ററില്ല. നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം, നിങ്ങൾ പഠിച്ചിട്ട് പറഞ്ഞു തരണം. അങ്ങനെ അവരെനിക്ക് 2 ആഴ്ച തന്നു. എന്നിട്ട് ആ വിഷയം ഞാൻ പഠിച്ചു ശരിക്ക്. എന്നിട്ട് നിലമ്പൂർ ഒരു സ്ഥലത്ത് 40ഓളം ഖത്തീബന്മാരെയും അസിസ്റ്റന്റ് ഖത്തീബന്മാരെയും മദ്രസ സദർ മുഅല്ലിമമാരെയും ഒരുമിച്ച് കൂടി നടത്തിയ പ്രസംഗമാണത്. ആ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗത്താണ് ഫ്രൂട്ട് എപ്പോഴും കഴിക്കേണ്ടത് എങ്ങനെയാണ്, അത് റെഡി ടു ഈറ്റ് ആണ്. തിന്നാൻ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല, ഒന്ന് കഴുക തിന്നുക, റെഡി ടു ഈറ്റ്. അതിന് ഒരു പ്രോസസ്സിങ്ങും വേണ്ട, തിന്നാൽ മതി. അതിനെ തരം മാറ്റിക്കഴിഞ്ഞാൽ അതിൽ ആപത്ത് വരും. ഇപ്പോൾ ഉദാഹരണം പറയാ, പിന്നെ ഫ്രൂട്ട്സിന് ഇപ്പോൾ ചില എന്താ പറയുക, ഫ്രൂട്ട്സിന് ചില ഡോക്ടർമാർ പുഴുങ്ങി തിന്നണം എന്ന് പറയാറുണ്ട്. ഞാൻ അതിനെതിരാണ്. ഞാൻ ഫ്രൂട്ട്സ് പുഴുങ്ങി തിന്നാറില്ല. അത് അതിൻ്റെ രീതി മാറ്റും. പഴം പുഴുങ്ങി തിന്നാൽ പിന്നെ അതിൻ്റെ കഴിഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്തിൽ പോവും? അതിൻ്റെ പ്രധാനപ്പെട്ട കലോറികൾ, കണ്ടന്റുകൾ എവിടെ പോവും? അതിൻ്റെ മിനറൽസ്, ഇതൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് വെള്ളത്തിലോട്ട് പോവും. ബാക്കിയുള്ളത് തിന്നിട്ട് എന്താ കാര്യം? അതിൻ്റെ കാര്യം എന്താണ്? വെള്ളച്ചോറും നെയ്ച്ചോറും നോക്കുകയാണെങ്കിൽ, നെയ്യ് കുറക്കുകയാണെങ്കിൽ നെയ്ച്ചോറാൻ നല്ലതെന്നാണ് എൻ്റെ വീക്ഷണം. നെയ്യ് കുറക്കുക. വെള്ളച്ചോറിലൊന്നുമില്ല, ഒന്നും എന്താ വെള്ളച്ചോറിലുള്ളത്? അതിൻ്റെ കണ്ടന്റുകൾ മൊത്തം എന്തിൽ പോയി? ആ വെള്ളത്തിൽ പോയി, കഞ്ഞി വെള്ളത്തിൽ പോയി. ഇനിയിപ്പോൾ നിങ്ങൾ തിന്നാലെന്ത്, തിന്നിട്ടില്ല എന്ത്? അതേസമയത്ത് വെള്ളം വറ്റിക്കാണ് നെയ്ച്ചോറിൽ, നെയ്യ് കുറച്ചാൽ മതി. ഞാൻ വെള്ളച്ചോറ് കഴിക്കാറില്ല, കഴിക്കുകയാണെങ്കിൽ നെയ്ച്ചോറ് കഴിക്കണ്ട, വറ്റിക്ക. മനസ്സിലാവുന്നു എന്നതുപോലെ അതൊക്കെ പഠിച്ചു പറഞ്ഞതിൽപ്പെട്ട ഒരു പദമാണ് ജ്യൂസ്. അയിമലട് കൂടി. അപ്പൊ എന്നതുപോലെ ഇതൊക്കെ ഇന്ന് ജനങ്ങൾ ഇതൊക്കെ ഇത്ര പ്രബോധനം, ഇതൊക്കെ പറഞ്ഞ ദീനി ദഅവത്ത്. ആ പ്രസംഗം നടത്തിയതിനെ എന്തിനെതിരാണ്? ആ പ്രസംഗം നടത്തിയിട്ടുള്ള ആ പ്രസംഗത്തിന്റെ തീമൻ എന്താണ്? അതിന് തെളിവ് ഇഷ്ടം പോലെ പറയേണ്ട അപ്പുറത്ത്. നിങ്ങൾ ഒരു കാരണവശാലും പെരുന്നാളും ജുമായും കൂടെ വന്നാൽ എന്ത് നടത്തരുത്? പെരുന്നാൾ പള്ളിമേൽ അവസാനിപ്പിക്കരുത്. അത് അഹ്ലുൽ ബാദിയത്തിന് ഉള്ള പ്രയാസം കാരണം അള്ളാന്റെ ഹബീബ് കൊടുത്ത ഒരു ഇളവാണ് കേട്ടോ. നമ്മൾക്ക് അഹ്ലുൽ ബാദിയത്തല്ല നമ്മൾ എന്ന് അതിൽ തന്നെ പറയുന്നുണ്ട്. എന്ത് അഹ്ലുൽ ബാദിയ എന്നതിൽ പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടവരുണ്ടോ? കേട്ടവരൊന്ന് കൈപ്പൊക്കി. അതെ അതിൽ അഹ്ലുൽ ബാദിയ തന്നെ പറയുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യണത്? ഇത് ഒറ്റക്കെട്ടിയല്. ഇത് ഖാസിമീൻ പറയുന്നുണ്ടല്ലോ, വെള്ളിയാഴ്ചയും പെരുന്നാൾ കൂടി വന്നാൽ പെരുന്നാൾ പള്ളി മതി, വേണ്ടെന്ന് ഖാസിമീൻ പറയുന്നുണ്ടല്ലോ. ഇനി നിരീശ്വരവാദികളുടെ കൂട്ടത്തിൽ ഖാസിമീൻ കൂടിയാലോ? ഇല്ലെന്നാണ് കട്ട് ചെയ്തിട്ട് എവിടെ എന്താക്കുക? ലാ ഇലാഹ. എന്താ ഇവരെ അവസ്ഥ? ഒരു പെണ്ണിൻ്റെ അടുത്തേക്ക് നട്ടപ്പാതിരക്ക് വന്നിട്ട് പെണ്ണിൻ്റെ പുതപ്പ് കയറിയിട്ട് ഒരാള് ഞാൻ ഔലിയാപ്പാപ്പയാണെന്ന് പറഞ്ഞിട്ട് പെണ്ണിൻ്റെ മേൽ കളിക്കുക. ഇത് ഔലിയ അല്ല, ഇത് ഔലിയാപ്പാപ്പായി കളിക്കുക പെണ്ണിൻ്റെ പുതപ്പിൻ്റെ ഉള്ളിൽ. ഇത് ഔലിയ അല്ല, ഇതൊരു ചേമ്പുമല്ല, ഇത് ശൈത്താനാണ് കേട്ടോ എന്നുള്ളതിന് ഞാൻ 3 പ്രസംഗം നടത്തിയിട്ടുണ്ട്. അവിടെ കട്ട് ചെയ്തു. എവിടെ കട്ട് ചെയ്തു? പെണ്ണിൻ്റെ ഉള്ളിൽ ഔലിയാപ്പാപ്പ വന്ന് കളിക്കുന്നുണ്ട് എന്നുള്ളത് കട്ട് ചെയ്തു. ഒന്നും മിണ്ടിയില്ല. അത് അള്ളാഹിൻ്റെ കോടതിക്ക് ഞാൻ വെച്ചതാണ്. എന്തെങ്കിലും ലക്ഷ്യം? ഇവിടുത്തെ മുഖ്യധാര എന്താ പറയാ, ഈ ചാനലുകാർ, എത്ര ചാനലുകാർ, ഇവന്റെ അവസ്ഥ എന്താ? ഇത് ഔലിയ അല്ലട്ടോ. ഈ ഔലിയാന്റെ കളി ആര് കളിക്കും? ആര് കളിക്കും? ശൈത്താൻ ഔലിയായി വരൂട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോളി. ഒരാൾ ഔലിയ എന്ന് പറഞ്ഞ് വന്നതുകൊണ്ട് നിങ്ങൾ പെടും കേട്ടോ എന്ന് പറയാൻ വേണ്ടി നടത്തിയ വലിയ പ്രസംഗങ്ങൾ അതിൽ എവിടെ കട്ടിരു? ഇപ്പൊ ഇയാൾ പറയുന്ന കേട്ടില്ലേ, വ്യഭിചരിക്കണ ഔലിയപ്പാപ്പാരുണ്ട്. എന്താ അതിൻ്റെയൊക്കെ ഒരു... ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല, ഞാൻ പ്രതികരിച്ചിട്ടില്ല കേട്ടോ. എന്തുകൊണ്ട് അങ്ങനെ പ്രതികരിക്കാൻ പറ്റാതെ? നമുക്ക് അള്ളാന്റെ കോടതി കിട്ടാണ്ടാണ്. ഇനി ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അതിന്റെ പേരിൽ എത്ര സുന്നികളെ കളിയാക്കി. എന്തവന്റെ അവസ്ഥ എന്താണ്?
ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും വരെ പറയണില്ല. ഒന്നും ഞാൻ മാപ്പം കൊടുക്കൂല. അത് എന്തുകൊണ്ട് ഇതിൻ്റെ വിഷയമല്ല? തെറ്റിദ്ധരിപ്പിച്ചു. ആരെ? ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു. ഞാൻ പറഞ്ഞാണെങ്കിൽ പ്രശ്നമല്ല. ഞാൻ പറഞ്ഞ ആയിഷ ബീവിക്ക് വിവാഹ സമയത്ത് റസൂലുള്ളാഹിന്റെ മുറിയിൽ വരുമ്പോൾ 18 വയസ്സെങ്കിലും ഉണ്ടാവും. 16ന്റെ മേലെയാണെന്ന് ഞാൻ പറഞ്ഞ തന്നെയാണ്. നിങ്ങൾ എന്ത് പ്രശ്നമാണ്? ഞാൻ പറഞ്ഞ തന്നെയാണ്. ഞാൻ ആ വിശ്വാസക്കാരനാണോ, ആ അഭിപ്രായക്കാരനാണ്? മറ്റെനിക്ക് എതിരൊന്നുമില്ല. അങ്ങനെ അഭിപ്രായമുണ്ട്, ഇങ്ങനെ അഭിപ്രായമുണ്ട്, 6, 9 അഭിപ്രായമുണ്ട്, 16, 18 അങ്ങനെ അഭിപ്രായമുണ്ട്, 2 അഭിപ്രായമുണ്ട്. ആയിക്കോട്ടെ, അഭിപ്രായമുണ്ട്. ഇതിൻ്റെ അഭിപ്രായമാണ്. ഇതേ പാടുള്ളൂ. നിങ്ങൾക്ക് അഭിപ്രായമില്ല. ഇങ്ങനെയാണ് അഭിപ്രായമുണ്ട്, അങ്ങനെ അഭിപ്രായമുണ്ട്. അതിൽ നിങ്ങൾ എന്താണ് എനിക്ക് വിഷയമല്ല. എൻ്റെ അഭിപ്രായമാണ്, മറ്റെൻ്റെ അഭിപ്രായമല്ല. ജനങ്ങളെ തെറ്റിദ്ധരിക്കുക. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ മനസ്സിലാക്കിയെന്നറിയോ, ഈ ഖിയാമത്ത് നാളിൻ്റെ ഇത്തരം വിഷയങ്ങളുടെ കട്ടിങ് എടുക്കുക, എന്നിട്ട് ജനങ്ങളെ കാസിമി പേടിപ്പിക്കാന്ന് പറയാം. ഒന്നിനും കഴിയാത്തൊരു പിന്നെ അങ്ങനെയെങ്കിലും ചെയ്യുക. അതേ സമയത്ത് ഒരു കൂട്ടര് ഇതിന് വേറൊരു കൂട്ടരുണ്ട്. ആ വേറൊരു കൂട്ടർ ഇതിൻ്റെ ഭൂലോക ശത്രുക്കളാണ്. കേരളത്തിലൊരു കൂട്ടരുണ്ട്, ചില കൂട്ടരുണ്ട്. അവർ ചില കൾട്ടുകളാണ്. എന്താ അവരെ വിഷയം? പേടിപ്പിച്ചിട്ട് അവരെ കൂട്ടത്തിൽ കൂട്ടുക. സമസ്ത തെറ്റാണ്, ലീഗ് തെറ്റാണ്, അത് തെറ്റാണ്, AP തെറ്റാണ്, EK തെറ്റാണ്, അങ്ങനെ ഇതൊന്നും ഖിയാമത്ത് രക്ഷപ്പെടില്ല, ഞങ്ങളൊപ്പം കൂടിക്കോളിന്നറിയാം. ഞാൻ ഈ റമദാൻ മുഴുവങ്ങളോട് പറഞ്ഞ എന്താ, ഇതൊക്കെ ശരിയാണ്. പക്ഷേ അതിൻ്റെ ആത്മീയത ഇന്ന് ചോർന്നു പോകാതെ നോക്കണം. ഇതൊക്കെ ഇവിടെ വേണം. ലീഗ് വേണം, കോൺഗ്രസ് വേണം, ഇതൊക്കെ വേണം. രാഷ്ട്രീയവാദം ഇന്നത്തെ സാഹചര്യത്തിൽ ആത്മഹത്യപരാണ്. ഒരു രാഷ്ട്രീയവാദം ഉണ്ടാകണം, ഇല്ലെങ്കിൽ ജനം നശിപ്പിക്കും. ജനത്തെ നശിപ്പിക്കും. എല്ലാവർക്കും ഒരു പണിയെടുക്കാൻ കഴിയില്ല. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും, എന്താ ലീഗർ പറയാത്ത എന്ന് പറയാൻ നമ്മൾ ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പറയാൻ ഇവിടെ ഒരു വിഭാഗം ഉണ്ടായതുകൊണ്ടല്ലേ. അപ്പോൾ അവർ പറയുന്നുണ്ട്, അവരാൾ കഴിയുന്ന വിധത്തിൽ പറയുന്നുണ്ട്. നമ്മളെപ്പോലത്തെ ആളുകൾ അവരെ ചൂടാക്കണുണ്ട്. എനിക്കൊല്ലം ചൂടാക്കണ പണിയാണ്. എന്തിനാണ് ഈ ചൂടാക്കണത്? അവരൊന്നും കൂടി പറയണം. ആ വിഭാഗം ഇവിടെ ഇല്ലാതായ ആര് പറയും? ഈ ലീഗിനെ ഇവിടെ നശിപ്പിച്ചാൽ, ഈ കോൺഗ്രസ് നശിപ്പിച്ചാൽ, ഈവൻ കമ്മ്യൂണിസ്റ്റ് നശിപ്പിച്ചാൽ നിങ്ങൾക്ക് ഈ പകരാരാള്? ഞാൻ കമ്മ്യൂണിസ്റ്റ് ചേർന്നല്ല, പക്ഷെ അതുകൊണ്ട് ഇവിടെ ഗുണമുണ്ട്. ഒരു ദിവസം പണിയെടുത്താൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഒരു കൂലി കിട്ടിയാൽ അതുകൊണ്ട് 3 ദിവസം കഴിഞ്ഞുവിടാൻ ഇന്ന് കഴിയാനുള്ള കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ്. അത് ഞങ്ങൾ എന്തറിഞ്ഞത് അതാണ് കാരണം. ഞങ്ങൾ ഈ ആജ്യന്മാരും മറ്റൊരു മര്യാദയ്ക്ക് പണിക്കാർക്ക് കൂലി കൊടുക്കൂലായിരുന്നു ഒരു കാലത്ത്. അങ്ങനത്തെ ഒരു കാലം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം CITU, STU, INTUC ഇതൊക്കെ ഉണ്ടായി. കൂലി വാങ്ങാൻ വേണ്ടി അപ്പുറത്തുനിന്ന് ചുവന്ന തലയും കെട്ടും കെട്ടി ആളോട് വരും. അപ്പം നിങ്ങൾ മര്യാദയ്ക്ക് കൂലി കൊടുക്കും, പേടിച്ചിട്ട് ഇപ്പം തന്നെ കൊടുക്കും. അങ്ങനെ ഒരു കാലം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ടെല്ലാം ഉപകാരമുണ്ട്. ഇതുകൊണ്ടൊക്കെ ഉപകാരമുണ്ട്. ഇതുകൊണ്ടെല്ലാം ഉപകാരമുണ്ട്. ഇപ്പം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അധികാരം പഴയ അധികാരമാവില്ല, ശ്രദ്ധിച്ചു പോവും. എന്തുകൊണ്ട്? ഒരു എതിർശക്തി ഇവിടെ ഉണ്ട്. ആ എതിർശക്തി ഇല്ലാത്തത് കൊണ്ടാണ് അത് നശിച്ചത്. 3-2 ഭൂരിപക്ഷം ഉണ്ടായിട്ട് രാജ്യത്തെ ഭരണഘടന തിരുത്താനുള്ള ഒരു അവകാശം ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ചതാണ്. കോൺഗ്രസ് നശിച്ചുള്ള കാരണം. അപ്പോൾ ശുഭാപ്തി വിശ്വാസം കൂടി. ഒരാൾക്കും ശുഭാപ്തി വിശ്വാസം കൂടരുത്. ഇത് ലോകമാണ്, ഇത് ഭൂമിയാണ്, ഇത് ദുനിയാവാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പം ഇവിടെ ചിന്തിക്കേണ്ടത് ഒരു കൂട്ടരുണ്ട് ഇവിടെ. ആ കൂട്ടർ ചെയ്യുന്നത് 100% തെറ്റാണ്. എന്താണ് അവർ ചെയ്യുന്നത്? ഞങ്ങളെ കൂടെ കൂടിക്കോളി. മൂല്യന്മാരൊന്നും സത്യം പറയണില്ല, ഞങ്ങളെ കൂടെ കൂടിക്കോളി. മൂല്യന്മാർ നിങ്ങളെ ചതിക്കാണ്. ഇത് ഞാൻ പറയുന്നതും അവർ പറയുന്ന 2 ഭാഷയിലാണ്. മനസ്സിലാണ്ടേ? ഞാൻ പറയുന്ന ഭാഷ വേറെ, അവർ പറഞ്ഞ ഭാഷ വേറെയാണ്. അവരിതിന്ന് അടർത്തി കൊണ്ടുപോകാണ് ഒരു ജനത്തെ. ആ ജനം പിന്നെ അഹ്ലുസുന്നയിലേക്ക് തിരിച്ചു വരില്ല, ദീനിലേക്കും തിരിച്ചു വരില്ല. പിന്നെ ഈ കൾട്ടുകൾ മാറിപ്പോവും. മാറി പോകുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം മാറിപ്പോകും എന്ന് പറഞ്ഞാൽ അവർ പിന്നെ 3 വക്കത്ത് വരെ പോകും. നിസ്കരിക്കണ്ടെന്ന് പറയും. നിസ്കരിക്കണ്ടെന്ന് പറയുന്ന ഈ കൾട്ടുകൾ ഇന്ന് ഇവിടെ ഉണ്ട്. ലോകാവസാനം ഭയപ്പെടുത്തുന്നവർ നിസ്കരിക്കണ്ടെന്ന് പറയുന്ന കൂട്ടർ കേരളത്തിലുണ്ട്. നിസ്കരിക്കണ്ട. ഇത് വളരെ ചിന്തിക്കണം. അപ്പൊ അതിനൊന്നും ഒരാൾ മെനക്കെടുത്തിൽ പുതിയ സംഘടന ഉണ്ടാക്കാൻ നോക്കരുത്. പുതിയ സംഘടന ഉണ്ടാക്കിയാൽ അള്ളാന്റെ കോടതി നിങ്ങൾ കൊടുങ്ങും. എന്തുകൊണ്ട്? തുലുഉൽ ഇസ്ലാം എന്നൊരു സംഘടന ഉണ്ടാക്കി ഇഖ്ബാലിന്റെ പേരിൽ ഒരു സംഘടന ഉണ്ടാക്കിയതാണ് തുലുഉൽ ഇസ്ലാം. ആ സംഘടനയാണ് പിൽക്കാലഘട്ടത്തിൽ ചേകനുരിസമായി മാറിയത്. പാകിസ്ഥാനിൽ തിരിഞ്ഞിട്ടില്ല. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ 3 വഖത്ത് നിസ്കരിച്ചാൽ മതി എന്നത് ഇഖ്ബാലിന്റെ പേരിൽ സംഘടിച്ച സംഘടനയാണ്.
ഇവിടെ ചേകനൂര, അവിടെ ഇക്ബാലിൻ്റെ ആളുകളാണ്. ഇക്ബാലോ മുത്തക്കയ മനുഷ്യനാണ്. പക്ഷെ ആ തഖ്വ ആ സംഘടനക്ക് പിൽക്കാലഘട്ടത്തിൽ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇനി സംഘടന ഉണ്ടാക്കേണ്ട കാലമല്ല, സംഘടന ഉണ്ടാക്കും മുതലെടുപ്പ്. ഇനി ഉള്ളത് ശുദ്ധീകരിച്ച് കൊണ്ടുപോകേണ്ട കാലമാണ്. ഇനി നമസ്തക്ക് പകരം പുതിയൊരു സാധനം ഇവിടെ ഉണ്ടാക്കേണ്ട കാലമല്ല, ഉള്ളത് ശുദ്ധീകരിച്ച് കൊണ്ടുപോകണം. ശുദ്ധീകരിക്കുമ്പോൾ നമ്മളെപ്പോലത്തെ ആളുകൾ കുറേ തല്ല് കിട്ടും, ചീത്തപ്പ കിട്ടും. ആയിക്കോട്ടെ, അതിൻ്റെ അർത്ഥം നാശായിന്നുമല്ല, പണി നടന്നുകൊണ്ടേയിരിക്കണം. ബഹർ അങ്ങനെ നിന്നാൽ ബഹർ കിട്ടുമോ? ബഹറിൽ അടി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ബഹറായി നിലനിൽക്കുന്നത്. ആണോ അല്ലേ? പറകുട്ടി, ബഹറായി നിൽക്കുന്നത് തിരമാല കാരണമാണ്. എന്താ തിരമാലക്ക് പണി? ഒരു തിരമാല മറ്റേ തിരമാലിനെ ഢും, അപ്പോഴത്തേനും അടുത്ത തിരമാല ഢും. ഈ അടി നടക്കുന്നത് കൊണ്ടാണ് ബഹറായി നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് കെട്ട വെള്ളമാണ്. അതിലെ വെള്ളം തൊഹൂറാണ് മുസ്തഫ നബി. എന്തുകൊണ്ട് അതിലെന്ത് നടക്കുന്നുണ്ട്? അടിയിലും തിരമാലുണ്ട്. ഉറങ്ങല്ലേ? ലോകത്തെ ഏറ്റവും ശുദ്ധവെള്ളങ്ങളിൽപ്പെട്ട തൊഹൂറ് ത്വാഹിറല്ല, ത്വാഹിറല്ല. ഇപ്പൊ തേങ്ങവെള്ളം ത്വാഹിറാണ്, കടൽ വെള്ളം പറ ചങ്ങാതി, തേങ്ങവെള്ളം ത്വാഹിറാണ്. പക്ഷെ ത്വാഹിറാകുക എന്നുള്ള കുടിക്കാനേ പറ്റുള്ളൂ, ശുദ്ധീകരിക്കാൻ പറ്റൂല. ത്വാഹിർ കഴിഞ്ഞിട്ടാണ് തൊഹൂറുണ്ടാകുക. കടൽ വെള്ളം ഉപ്പ് സഹിക്കുകയാണെങ്കിൽ എനിക്ക് കുടിക്കുകയും ചെയ്യാം. ത്വാഹിറിന്റെ പുറത്തുണ്ടാകുന്നതാണ് എന്ത്? പറയാ മോനെ, എന്ത് തൊഹൂറ്? പിന്നെ ഉപ്പായതുകൊണ്ട് നമ്മളെ അതിന്റെ രുചി ഏൽക്കില്ല, പ്രഷർ കൂടുകയും ചെയ്യും. അത്രയേ ഉള്ളൂ, അല്ലാതെ ത്വാഹിറല്ല. ത്വാഹിറുമാണ്. പിന്നെന്തുമാണ്? സ്വയം ശുദ്ധിയുള്ളതോടെ. തൊഹൂറിനർത്ഥം പറ. സ്വയം ശുദ്ധിയുള്ളതോടെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും കഴിയുന്നത്. തേങ്ങവെള്ളം, കഞ്ഞിവെള്ളം സ്വയം ശുദ്ധിയുള്ളതാണ്, പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ല. കടൽ വെള്ളം സ്വയം ശുദ്ധിയും കൊണ്ട് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയും ചെയ്യും. അപ്പൊ അതാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് എന്താ നടക്കുന്നത്? അതിൽ മൗജുണ്ട്. എവിടെ മൗജ്? അടിയിലും തല്ലും മേലെയും തല്ല്, തല്ലോട് തല്ല്. അവസാന കാലത്ത് തല്ല് നടക്കണം. തല്ല് നടന്നാലേ സത്യം വെളിവാകുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഏകാധിപത്യം ഉണ്ടാവും. അപ്പൊ അതും ഈ പ്രസ്ഥാനങ്ങളുടെ ഉള്ളിൽ തല്ല് നടക്കുന്നത് അള്ളാഹു ഇതിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെങ്ങായി. ഇല്ലെങ്കിൽ ആര് മോനിയമാര് പറയാം നമ്മളോട് കേൾക്കുക, അത് 3-ാം ദിവസം പൊളിഞ്ഞളിയാടും. അപ്പൊ എന്തിനാണ് വിമർശിക്കുന്നത്? അടിയാണത്. അപ്പൊ അടിയോടടിയ. കടൽ വെള്ളത്തെ തൊഹൂറാക്കിയത് കടൽ വെള്ളത്തിൽ എന്താണ്? എന്താണ്? അടിയിലും മേലെയും എന്ത് നടക്കുന്നുണ്ട്? തല്ല് നടക്കണ്ടടാ. നിങ്ങളെ പ്രസ്ഥാനത്തിലല്ലേ പെരുന്തല്ല് നടക്കണെന്ന് പറയുന്ന വിട്ടിയെ, എന്റെ പ്രസ്ഥാനത്തിൽ നടക്കാത്ത കെട്ടുകൊണ്ടാണ്. ഞങ്ങളെ പ്രസ്ഥാനത്തിൽ നടക്കുന്നത് ഖിയാമത്ത് നാൾ വരെ പഠിച്ചോൻ ഇതിനെ ബഹറാണിത്, ഇത് ബഹറായി നിലനിർത്ത റബ്ബ് ഉദ്ദേശാണ്. അപ്പൊ അടി കിട്ടണ ഉറപ്പല്ലേ? അപ്പൊ തിരമാല ആകാൻ ഒരു വെള്ളം തയ്യാറായെങ്കിൽ ഉറപ്പിക്കണം, ഈ തിരമാല വേറെ തിരമാലയെ തല്ലും, അപ്പോഴത്തേനും വേറെ തിരമാല ഇതിനെയും തല്ലും. ഇനി ആ തിരമാലയും മഹാനം വിചാരിക്കണ്ട, അതിനെ മറ്റൊരു തിരമാല തല്ലും. തല്ല് നടന്നേ പോവും. അപ്പൊ എന്തും നടക്കും. തൊഹൂരിയത്ത് മനസ്സിലായില്ല? അപ്പൊ ഇതൊക്കെ വിട്ടുപോയാൽ നമ്മൾ നശിക്കും. ഇതിവിടെ നിലനിൽക്കന്നെ വേണം, തീർച്ചയായും നിൽക്കണം. അപ്പൊ ഈ കൾട്ടുകൾക്ക് നിങ്ങൾ ഭയപ്പെടുക. അവർ മുതലെടുപ്പ, അവർക്കൊരു ഇമാമുണ്ടാവും, ഇവർക്ക് ഒരു പിരിവുണ്ടാവും. ഒരു 4 ആളെ കിട്ടിയാൽ ജീവിക്കാവുന്നതാണല്ലോ ഇപ്പൊ ദീന്. ഭട്ടത്തിൽ ജീവിക്കുക 4 ആളെ, എന്നിട്ട് അമ്മളെ ജീവിക്കുക. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അപ്പൊ ഇത്തരം കൾട്ടുകൾ സമൂഹത്തെ നശിപ്പിക്കും. ലോകാവസാന കൾട്ടുകൾ, ഡൂംസ്ഡേ കൾട്ടുകൾ എന്ന് പറയും ഈ കൾട്ടുകളെ. ഇത് എല്ലാ മതത്തിലുണ്ട്.